എല്ലാവർക്കും നമസ്തേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ നമുക്കിവിടെ നേരം വെളുത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു നേരം വെളുക്കുമല്ല, ഒരു 11 മണിയാവാനായി. അപ്പോൾ ആരൊക്കെ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും രാവിലെ തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ചടങ്ങ് പോലെ ഞാനും എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് കാണുമ്പോൾ സന്ദീപ് വാര്യര് പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ മാറ്റിയിട്ടുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല പ്രസന്ന ഭാവത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ടിട്ട് സന്ദീപ് ജിയുടെ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ ഞാൻ കരുതി, എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ കരുതി അദ്ദേഹം നമ്മളുടെ കൂട്ടത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അദ്ദേഹം സന്തോഷവാനായിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമായി കാണും എന്നൊരു പ്രതീക്ഷ വന്നു എൻ്റെ മനസ്സിൽ. ഓക്കെ, മണികണ്ഠൻ നമസ്തേ. അപ്പോ ആ പ്രതീക്ഷ അധിക സമയം നീണ്ടു നിന്നില്ല. അടുത്ത സെക്കൻഡില് എൻ്റെ പ്രതീക്ഷ, അപ്പൊ ഞാനത് പ്രതീക്ഷ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പോയിട്ട് ഞാനൊരു കമന്റും ഇട്ടു. എന്ന് വെച്ചാല് സംഘം ഒരേ ജപം ഹൃദയത്തുടിപ്പുകളാവണം എന്നുള്ള ആ 4 വരി ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കമന്റ് ഇട്ടു. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളും പറഞ്ഞു. എൻ്റെ കമന്റുകൾ ലൈക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്ത് പറ്റി എന്നുള്ളത്. അപ്പോ അത് ഞാൻ സാധാരണ പോലെ ആ പോസ്റ്റ് കണ്ടപ്പോഴാ സന്തോഷം കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോഴാണ് ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ മറ്റൊരു പാർട്ടിയിൽ പോയി ചേർന്നു, കോൺഗ്രസിൽ പോയി ചേർന്നു എന്നുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ കാണുന്നത്. എനിക്കതിൽ കണ്ടപ്പോൾ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ പോകുന്നു അല്ലെങ്കിൽ മാർക്സിസ്റ്റിൽ പോകുന്നു ഒന്നും എനിക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. എല്ലാ പാർട്ടി അല്ലെങ്കിൽ എല്ലാ ദേശീയവാദികളെയും പോലെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സംഗതികളും ഒരു പ്ലാനോ ഒന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹത്തിനെ പുകച്ചു പുറത്ത് ചാടിക്കും എന്ന് ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ ചില മനുഷ്യരെന്ന് പറഞ്ഞാല് നല്ല കാരിരുമ്പ് കട്ടിയായിരിക്കും, ചില മനുഷ്യര് സ്ഥാനങ്ങള് മോഹിക്കുന്നവരായിരിക്കും. അപ്പോ പണ്ടത്തെ ആദർശങ്ങളെല്ലാം പോയിട്ടുള്ള, അതെ, പണ്ടത്തെ പൊളിറ്റിക്സ് അല്ല ഇന്നത്തെ പൊളിറ്റിക്സ്. നമ്മുടെ ചിന്താ ജെറോമ് പറഞ്ഞ മാതിരി പൊളിറ്റിക്സ് ആസ് ദ പൊളിറ്റിക്സ് ആസ് ദ പൊളിറ്റിക്സ് അല്ല ഈ പൊളിറ്റിക്സ്. ഇന്ന് പൊളിട്രിക്സ് ആണ്, ഇന്നത്തെ പൊളിട്രിക്സ് ആണ്. അപ്പൊ ആ പൊളിട്രിക്സില്, അതായത് ലാസ്റ്റത്തെ വേർഡാ ശ്രദ്ധിക്കേണ്ടത്, പൊളിട്രിക്സ് ആണ്. ആ പൊളിട്രിക്സിൽ എല്ലാവർക്കും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ഈ പൊളിട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ അധികാരങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ പുറകില് ഈ രാഷ്ട്രീയ കളരി അല്ലെങ്കിൽ രാഷ്ട്രീയ ചൂതാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ രാഷ്ട്രീയ ചൂതാട്ടത്തിന്റെ ഒക്കെ പുറകില് വലിയ, നമ്മളൊന്നും തിരിച്ചറിയാത്ത, നമുക്കൊന്നും മനസ്സിലാകാത്ത കുറേ കളികളുണ്ട്. അപ്പൊ ഒരു പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അത് കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ CPI ആവട്ടെ, CPM ആവട്ടെ, ഏതോ ആവട്ടെ, BJP ആവട്ടെ, അതിൽ ചേർന്ന് നിൽക്കുമ്പോൾ അതില് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ഈ വർഗീയ ശത്രുക്കൾ വേറെ, വംശീയ ശത്രുക്കളൊക്കെ വേറെ. അപ്പൊ ഈ പാർട്ടിയിൽ മുന്നോട്ട് പോകുന്നവന് ഒറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവന് പിടിച്ചു നിൽക്കാനായിട്ട് നിവൃത്തി ഉണ്ടാവില്ല. കാരണം ചിലപ്പോൾ ആ സമയം നോക്കിയിട്ടായിരിക്കും അവന്റെ കഥ കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു പാർട്ടിയുടെ എന്താ പറയാ, പ്രൊട്ടക്ഷൻ അവർക്ക് കൂടിയേ തീരുള്ളൂ. പിന്നെ ആ പാർട്ടിയുടെ പ്രൊട്ടക്ഷനേക്കാൾ കൂടുതലായിട്ട് ഈ ഇപ്പൊ എന്തെങ്കിലും സ്ഥാനങ്ങള് മോഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഈ പറയുന്നവരോട് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ, പോയി പണി നോക്കടാ അന്തവും കുന്തവും ഇല്ലാത്ത എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല. അല്ലെങ്കിൽ നീ പോയാ പോട്ട്, നീ പോയാ പുല്ലാണ്, അല്ലെങ്കിൽ അവൻ പോയാ പോട്ട്, അവൻ അങ്ങനെ നമ്മൾ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഒരാൾ പോയാൽ ഒരാൾ പോയത് തന്നെയാണ്. അതായത് നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ്. അത് 100 രൂപ പോയാലും 1 രൂപ പോയാലും നഷ്ടങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം, അതിനുള്ള മനസ്സുണ്ടാവണം. കാരണം അത്രയും നമ്മളുടെ പാർട്ടിയിൽ നിന്നിരുന്ന ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തോൽവിയാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ഞാൻ പണ്ടും പറഞ്ഞ പോലെ, കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ, ഒരു വീട് കെട്ടിപ്പടുക്കുന്നത് അതിന് തറ കെട്ടി, അതിന് ആദ്യം അസ്ഥിവാരം കോരി തറ കെട്ടി, അതിന് ചുമരുണ്ടാക്കി,
ആ ചുമരിൽ ഓരോ ഇഷ്ടികകളും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഒരു വീട് ഉണ്ടാക്കുന്നത്. അവസാനം അതിനൊരു മേൽക്കൂര ഉണ്ടാകുന്നു, അതിനെ വീട് മോടി പിടിപ്പിക്കുന്നു, ഭംഗിയാക്കുന്നു. അപ്പൊ ആ വീടിന്റെ ഏതെങ്കിലും ഒരു അടിത്തറ ഇളകിപ്പോയാൽ ആ വീട് നിലം പൊത്തും എന്നുള്ളത് അത് സത്യസന്ധമായ കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ വീടിന്റെ പലപ്പോഴും വന്നിട്ട് ഈ അടിത്തറപ്പനൊക്കെ മാന്തും, വീടിന്റെ അസ്ഥിവാരം വന്നിട്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ അസ്ഥിവാരം അടിത്തറപ്പൻ വന്നിട്ട് അസ്ഥിവാരം മാന്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് അടച്ചു വെക്കുന്നത്? ഒരു 4 തരപ്പൻ വന്നിട്ട് അസ്ഥിവാരം മാന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട് ചിലപ്പം താഴേക്ക് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അസ്ഥിവാരം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നമ്മൾ സൂക്ഷിക്കുന്നത്, നമ്മളുടെ വീട്. അപ്പൊ ഓരോ പ്രസ്ഥാനവും ഒരു വീടാണ്. അതെ, മോഹൻദാസ് ജി അങ്ങ് പറഞ്ഞത് സത്യമാണ്. അങ്ങനെ പറയുന്ന അഹങ്കാരികളാണ് BJP-യുടെ ശത്രുക്കൾ. സത്യമാണ്. ആ പോയത് പോട്ടെ എന്ന് പറയുന്നവര് ഒരിക്കലും അത് പാർട്ടിയെ പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുന്നവരല്ല അങ്ങനെ പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, ഒരിക്കലും അവൻ പോയാ പോട്ട്, ഇവൻ പോയാ പോട്ട് എന്ന് പറയുന്നവര് അതൊരിക്കലും ആ പ്രസ്ഥാനത്തിന് വളർത്തുന്നവരല്ല, തളർത്തുന്നവരാണ്. എനിക്ക് പോയതില് വളരെ നഷ്ടം തോന്നിയ ഒരവസ്ഥയാണ്. കാരണം സന്ദീപ് വാര്യരെ പോലെ ഒരാള് നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയത് അത് വളരെ നഷ്ടം തന്നെയാണ് പാർട്ടിക്ക്. അല്ലെന്ന് പറഞ്ഞത് വെളുപ്പിക്കലാണ്. അല്ലെന്ന് പാർട്ടിക്ക് പോയാ പോട്ട് വേറെ ആള് വരും എന്ന് പറയുന്നത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഈ അദ്ദേഹത്തിനെ തെറി വിളിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാവുന്ന കാര്യങ്ങളല്ല. കാരണം എന്തിനാണ് അങ്ങേരെ തെറി വിളിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയിലേക്ക് പത്മജ വേണുഗോപാൽ വന്നപ്പോ ഉള്ള അതേ സന്തോഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ കാണിക്കാത്തത്? നമ്മുടെ പാർട്ടിയിലേക്ക് ഇതേപോലെ വന്നതാണല്ലോ പത്മജ വേണുഗോപാൽ. എത്രയോ പ്രാവശ്യം മുഖ്യമന്ത്രി വരെ ആയിരുന്ന, ഇപ്പൊ സന്ദീപ് ജിയെ സംബന്ധിച്ച് സന്ദീപ് ജി ഒരു സാധാരണ വ്യക്തിയാണ്. അത്ര വലിയ എന്താ പറയാ ഉന്നതങ്ങളിൽ പോയിട്ടുള്ള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ MLA പോലും ആവാത്ത ഒരു വ്യക്തിയാണ് സന്ദീപ് ജി. പക്ഷെ പത്മജ വേണുഗോപാൽ ആരായിരുന്നു? അദ്ദേഹം നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ, അതായത് എക്സ് മുഖ്യമന്ത്രിയുടെ മകളാണ്. അപ്പൊ പത്മജ വേണുഗോപാൽ വരുമ്പോ ആഹാ, സന്ദീപ് ജി പോകുമ്പോ ഏഹെ, അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ ഒരു പൊളിറ്റിക്സിന്റെ, അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ കളികളാണ്. അങ്ങനെ മാത്രം കണ്ടാൽ മതി. പിന്നെ ഈ സന്ദീപ് വാര്യര് പോകുമ്പോ സന്ദീപ് വാര്യരെ തെറി വിളിക്കുന്നവര് എനിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായവും പറയാനായിട്ട് എനിക്ക് അർഹതയില്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ തീരുമാനമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഈ പാർട്ടിയിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി, എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായി, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന, അനുഭവിക്കുന്നവന് മാത്രം അറിയുന്ന കുറച്ച് വേദനകളാണ്. അതെന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് പുറമെ നിന്ന് നോക്കുന്ന നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളത്തിൽ കിടക്കുന്ന തവളകള് വെള്ളം കുടിച്ചിട്ടാണോ കുടിക്കാണ്ടാണോ കിടക്കുന്നത് നമുക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒന്നും നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന പാർട്ടികൾക്കിടയിലൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ന്യായാന്യായങ്ങൾക്ക് അതീതമാണെന്നുള്ളത് നമുക്ക് പുറമെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാറുണ്ട് പലപ്പോഴും. അപ്പൊ അദ്ദേഹത്തിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ഏത് പൊളിറ്റിക്സിൽ പോവാനും ആ രാഷ്ട്രീയത്തിനെ വിശ്വസിക്കാനും ആ രാഷ്ട്രീയത്തിൽ ചേർന്ന് ജീവിക്കാനും ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പൊക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നു എന്ന് ഞാൻ ചോദിക്കുന്ന, ഈ പോയ സന്ദീപ് വാര്യരെ നോക്കിയിട്ട് തെറി വിളിക്കുന്ന എല്ലാ അണികളും, ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ താരം. അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ തെറി വിളിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും, നമ്മളെല്ലാവരും ഇപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെയാണ് ചൂണ്ടുന്നത്, സന്ദീപ് വാര്യര് ഇങ്ങനെയാണ് ചൂണ്ടുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ചൂണ്ടുന്നു, ഈ ബാക്കി 4 വിരലും എവിടേക്കാ തിരിഞ്ഞു നിൽക്കുന്നേ? എന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നേ. നോക്കണം നിങ്ങൾ, ഈ ബാക്കി വിരലുകളൊക്കെ എന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഈ ഒരു വിരല് മറ്റുള്ളവരുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരലും എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് എടുത്തത്. കാരണം ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുമ്പോൾ ഇപ്പം എന്തെങ്കിലും കാരണവശാല് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാല് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മുടെ നേതൃത്വം പുറത്താക്കും എന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മനസ്സിലായി കാണും. അപ്പൊ ആ പുറത്താക്കുന്നത്, ഞാൻ ചോദിക്കുന്ന നമ്മൾ ഓരോരോ വ്യക്തികളും ഒരു നിമിഷം സന്ദീപ് വാര്യരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേ. അപ്പോ അദ്ദേഹം കുറച്ചും കൂടെ നമ്മളെക്കാളൊക്കെ, സാധാരണ വ്യക്തികളെക്കാളൊക്കെ കുറച്ചും കൂടെ ഒരു പടി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പാർട്ടികൾക്കുള്ളിൽ കിടക്കുന്ന കുത്തിത്തിരിപ്പുകളൊക്കെ അറിയാനായിട്ട് അദ്ദേഹത്തിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അവർക്കും ചോർത്തി കൊടുക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം ഇന്നുള്ളവർക്കൊക്കെ ഓരോ മുഖപടമാണ്.
അതായത് മുഖപടം അണിഞ്ഞു നടക്കുന്ന മനുഷ്യരാണ് ഒട്ടും, അതായത് സത്യസന്ധമായ ആത്മാർത്ഥമായ മനുഷ്യരില്ല, ഇല്ലെന്ന് തന്നെ പറയാം. സിൻസിയർ ആയിട്ട് ചിന്തിക്കുന്ന, സിൻസിയർ ആയിട്ട് കൂടെ നിൽക്കുന്ന, അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആളാവും, എന്റെ കൂടെ നിൽക്കുമ്പോൾ എന്റെ ആളാവും. അതാണ് ഇന്നത്തെ മനുഷ്യരുടെ, ഓൾമോസ്റ്റ് മനുഷ്യരുടെയും സ്വഭാവം. അപ്പോ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ സംഗതികളൊക്കെ നടക്കുന്നത് ഇന്ന പോലെ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ അറിയാൻ സന്ദീപിനും കഴിവുണ്ടായിരിക്കും, സന്ദീപ് ജിക്കും അതിന്റെ കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അറിയുന്നുണ്ടായിരിക്കും. അപ്പോ ഈ നമ്മുടെ നേതൃത്വം എന്ന് പറയുന്ന KJP നേതൃത്വം, ഈ KJP നേതൃത്വത്തിനകത്ത് കിടക്കുന്ന ഈ പുകച്ചിലുകൾ ഉണ്ടല്ലോ, ആ പുകച്ചിലുകൾ അതാത് സമയത്ത് അറിയാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിനും ഉണ്ടാവും. അത് ചോർത്തി കൊടുക്കാനുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ആൾക്കാർ തന്നെ ചോർത്തി കൊടുത്തു കാണും, നിങ്ങളെ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി പുറത്താക്കും. അപ്പോ ആ പാർട്ടി പുറത്താക്കും എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നാണം കെടുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ തന്നെ പുറത്തു പോവാണ്, സ്വയം ഒരു തീരുമാനം എടുക്കാന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങേരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ തീരുമാനം, അദ്ദേഹം പൊക്കോട്ടെ, അദ്ദേഹം പോയി, അത് കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിനെ വിമർശിക്കാനും ആളല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മടിയിലിരുത്താനും ഞാൻ ആളല്ല. കാരണം ഇത് പൊളിട്രിക്സ് ആണ്. നമ്മുടെ അബ്ദുൽ ജബ്ബാറൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് അല്ല ഇന്ന്, പൊളിട്രിക്സ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പൊളിട്രിക്സിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പോയിക്കോട്ടെ. പക്ഷെ ഇതിന്റെ പുറകില് ഒരു ഭാഗം കൂടി നമ്മൾ വായിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പലരും അത് വേണ്ടാന്ന് വെച്ചിട്ട് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട് ഇല്ലേ? നമ്മള് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം നമ്മൾ വായിക്കുന്നില്ല. ഒരു ഭാഗം, ഒരു പേജിന് 2 ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രം എന്തുകൊണ്ടാ വായിക്കുന്നത്? മറുഭാഗം എന്തുകൊണ്ടാ കണ്ടില്ലെന്ന് നടിക്കുന്നത്? അപ്പൊ ആ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭാഗത്തെ കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. നമുക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം, ഏതൊരു പ്രസ്ഥാനത്തിനും ഓരോ നേതൃത്വങ്ങളുണ്ട്. ആ നേതൃത്വത്തില് വേണ്ട രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇതൊരു പ്രശ്നമുണ്ടായി. എവിടുന്നാ പ്രശ്നമുണ്ടായത്? പാലക്കാട് തെരഞ്ഞെടുപ്പില് BJPയുടെ മാത്രമായത് പാർട്ടി പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് സീറ്റ് കൊടുത്തില്ലെന്നുള്ളതാണ് വിഷയം. അവിടുന്നാണ് തുടക്കം. അപ്പൊ ആ സീറ്റ് കൊടുത്തില്ലെന്നുള്ള വിഷയം അദ്ദേഹത്തിന് കൊട്ടാരക്കരയും കണ്ട് വേറെ BJPയുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ സീറ്റ് കിട്ടാൻ, ഞാൻ ചോദിക്കുന്ന, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ വീട്ടില് ഞാൻ ഈ ഫേസ്ബുക്കിലുള്ള എല്ലാവർക്കും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും ക്ഷണിക്കുന്നു, നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ വരുന്നു. ഞാൻ പൊളിറ്റിക്സ് ഒന്നല്ല പറയുന്നത്, നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ വീട്ടിൽ വിളിക്കുന്നു, നിങ്ങൾ എല്ലാവരും വരുന്നു, സന്തോഷമായിട്ടാ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം കൂടാൻ വേണ്ടി എല്ലാവരും വരുന്നു. ഈ കൂടാൻ വരുന്നവരില് ഒരാളെ ഞാൻ ബഹുമാനിക്കുന്നില്ല, വില വെക്കുന്നില്ല, എനിക്ക് അയാളോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ അവഗണിച്ചാൽ അത് അയാൾക്കൊരു വേദനയല്ലേ? എന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയ ആൾക്കാരെ എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരെയും ആദരിക്കാനും ഞാൻ പഠിക്കണം, അല്ലെങ്കിൽ അതെന്റെ തെറ്റാണ്. എന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുക, ഒരാളെ മാത്രം മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അയാളെ മാത്രം ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്റെ തെറ്റാണ്, എന്റെ തോന്നിവാസാണ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞു, അത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹം അതൊന്നും ആരെയും അറിയിക്കാതെ ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ ഈ പ്രശ്നങ്ങളൊന്നും അദ്ദേഹം ഒരു തരത്തിലുള്ള മീഡിയാസിനെ വിളിച്ചറിയിക്കാതെ അദ്ദേഹം നിശബ്ദനായി സ്റ്റേജിന്റെ പുറകിൽ കൂടെ ഡ്രൈവറെ പിന്നിലേക്ക് വരാൻ പറഞ്ഞിട്ട് പിന്നിലേക്ക് വണ്ടിയും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പോകുന്നു. കൊട്ടാരക്കരയ്ക്ക് വേറെ BJPയുടെ മറ്റൊരു പരിപാടിക്ക് അദ്ദേഹം പോകുന്നു. BJP അല്ല, KJP. അപ്പൊ ആ പരിപാടിക്ക് അദ്ദേഹം കൊട്ടാരക്കര പരിപാടിക്ക് പോയിട്ട് ഒരു ഇൻസൾട്ട് സംഭവിക്കുമ്പോ ആ ഇൻസൾട്ട് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, ഇത് പാർട്ടിക്കുള്ളിൽ പല ആൾക്കാർക്കും നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ വെട്ടിയൊതുക്കല് സംഭവിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം ഒന്നും മിണ്ടാതെ പിന്നാമ്പറം വഴിക്ക് അദ്ദേഹം പോയി ആരെയും അറിയിക്കാതെ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആരായിരിക്കും ഈ സംഗതി മീഡിയയ്ക്ക് ചോർത്തി കൊടുത്തത്? അതൊരു ചോദ്യമല്ലേ? ഈ വിഴുപ്പലക്കുന്ന എല്ലാവരും വന്നിട്ട് മന്ദ എന്ന് സന്ദീപിനെ വിളിക്കുമ്പോ, സന്ദീപ് ജി എല്ലാവരും മന്ദ നിന്റെ കാലിൽ മന്ദാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ നിങ്ങളുടെ കാലിലുള്ള മന്ത് നിങ്ങൾ എന്തുകൊണ്ടാ കാണാത്തെ? എന്റെ ഈ കൂടെ ഇരിക്കുന്ന ഈ കാണുന്ന മനുഷ്യരോട് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരാളെ മന്ദ എന്ന് വിളിക്കുമ്പോ നിങ്ങളുടെ കാലിലുള്ള മന്ത് നിങ്ങൾ കാണും, നിങ്ങളുടെ കാല് നിങ്ങൾ മണലിൽ പൂത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ കാല് മണലിൽ പൂത്തിയിട്ടാണ് നിങ്ങൾ ആ പോകുന്നവനെ മന്ദാന്ന് വിളിക്കുന്നത്. അപ്പോ സന്ദീപ് ജി ചെയ്തത് ഒരിക്കലും ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനുള്ള അർഹത എനിക്കില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. ഏത് പാർട്ടിയിൽ പോകണം, എവിടെ സ്ഥാനം കിട്ടുന്നിടത്തേക്ക് പോകണം എന്നുള്ളതൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ അവർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇതിലൊന്നും ആരുമല്ല. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി, അതായത് നമ്മുടെ നവീൻ ബാബുവിനെ വിളിച്ചു വരുത്തിയിട്ട് കൊലപാതകത്തിനുള്ള ഒരു സ്റ്റേജ് ഉണ്ടാക്കിയ പോലെ, എനിക്ക് അതിന് വലിയ എക്സാമ്പിൾ ഇനി പറയാനില്ല. നവീൻ ബാബുവിനെ വിളിച്ചു വരുത്തിയിട്ട് ദിവ്യ മാഡം അല്ലെങ്കിൽ ആ കളക്ടറും ചേർന്നിട്ട് അദ്ദേഹത്തിന് കൊലയ്ക്ക് കൊടുത്ത പോലെ
നമ്മുടെ പാലക്കാട് സമ്മേളനത്തിന് സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തിയിട്ട് പച്ചയ്ക്ക് അങ്ങ് കൊലപാതകം നടത്തി എന്നുള്ളത് അങ്ങ് പറയാം. ചോരയില്ലാണ്ട് പാലക്കാട് സമ്മേളനത്തിന് വിളിച്ചു വരുത്തിയിട്ട് ചോരയില്ലാണ്ട് അദ്ദേഹത്തിന് അങ്ങ് വെടിപ്പായിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്തു. ആ ഇൻസൾട്ട് ചെയ്യുമ്പം ഇവർക്കറിയാം ഇവൻ കുറെയൊക്കെ കുത്തുമ്പോ ഇവനങ്ങ് പൊക്കോളുന്നു. ആ ചെയ്യുന്നവരെ നമ്മൾ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് കൃഷ്ണകുമാറാണ് പാലക്കാട് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആരെവിടെ ഇരിക്കണം, ആരെവിടെ ഇരിക്കേണ്ട, ആരെവിടെ നിൽക്കണം, ആരെവിടെ പെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കൃഷ്ണകുമാറിന്റെ ഭാര്യയാണെന്നാണ് എന്റെ കേൾവി. അപ്പൊ ഈ സ്ത്രീ ആധിപത്യം കൂടിയുണ്ട് നമ്മുടെ പാർട്ടിയിൽ. സ്ത്രീ ആധിപത്യം. ചില സ്ത്രീകള് അത്യാവശ്യം തൊലിവെളുപ്പും അത്യാവശ്യം ബോഡി ഷേപ്പും ഒക്കെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളുമാര് വിചാരിച്ചാൽ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയുടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള നേതാക്കന്മാർ വളരെ കുറവാണ് നമ്മുടെ പാർട്ടിയിൽ. നമ്മുടെ പാർട്ടിയിൽ നിന്നല്ല, എല്ലാ പാർട്ടിയിലും. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. അത്യാവശ്യം തൊലിവെളുപ്പും ശരീരവടിവുമുള്ള പെണ്ണുങ്ങള് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയുടെ അപ്പുറത്തേക്ക് പോവാനായിട്ട്, അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ എടുത്തു നോക്ക്. ഒരു സർക്കാരിനെ തട്ടിയിട്ടത് ആരാ? ഇപ്പൊ ഈ കഴിഞ്ഞ സർക്കാരിനെ കരിവാരി തേച്ചത് ആരാ? അപ്പോ ഈ സ്ത്രീകളുടെ രൂപലാവണ്യം കണ്ട് അവര് പറയുന്നിടത്ത് ഓച്ചാനിച്ച് പെടുത്തു നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്, പ്രത്യേകിച്ചും കെ ജെ പിയില്. അതാരും പറയുന്നില്ല. അവര് കാണിക്കുന്ന തോന്നിവാസങ്ങൾ ആരും അറിയുന്നില്ല. അവർക്ക് വരയ്ക്കാം, അവര് വര വരയ്ക്കും, എവിടെ നിൽക്കണം എവിടെ പോകണം എന്നുള്ളത്. അപ്പോ ഈ പറയുന്ന സംഗതികളില് പണ്ട് ലസിത പാലക്കലിന്റെ ഒരു ലൈവ് നമ്മൾ എല്ലാവരും കണ്ടതായിരിക്കും, ആണല്ലോ. അതില് അവര് പറഞ്ഞിട്ടുള്ള ഒരു വാക്കും ഞാൻ ഇവിടെ ഓർത്തു പോവാണ്. അപ്പൊ ഈ പാർട്ടിയെ എന്നും ഇങ്ങനെയുള്ള സ്ത്രീകള് നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പൊതുമധ്യത്തില് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് 10 വാക്ക് പറയുന്ന ആള് തന്നെയാണ് ഞാനും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടും കേട്ടും നമ്മളെ അറിയുന്ന ആൾക്കാർ പറഞ്ഞും കേട്ടിട്ടുള്ള ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനും പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ വിചാരിച്ചാലും പലതും നടക്കും. അവിടെ കൃഷ്ണകുമാറാണ് മത്സരാർത്ഥി എന്നുണ്ടെങ്കിലും ഭരിക്കുന്നത് ഭാര്യയാണെന്നാണ് കേട്ടുകേൾവി. ഇനി അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഈ പരിപാടികള്, ഈ സ്ത്രീ ആധിപത്യങ്ങള്, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഏത് സ്ഥാനം വരെയും കൊടുക്കാൻ നമ്മുടെ പാർട്ടി തയ്യാറാവും. എന്തിനും തയ്യാറാവുന്ന സ്ത്രീകൾക്ക്, അതായത് 2 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ ഭരിക്കുന്ന പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു നമ്മുടെ ഒരുവിധം പ്രസ്ഥാനങ്ങളൊക്കെ. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന്, അതായത് ഒരു കഴിവില്ല എന്നുണ്ടെങ്കിലും ഏത് സ്ഥാനത്ത് വരെ കയറി പോകാനായിട്ട് പറ്റും. ഏത് സ്ഥാനത്ത് വരെ കയറി പോണെങ്കിലും ഈ ഒരു കഴിവുണ്ടായാൽ മതി. ഒന്ന് കണ്ണടയ്ക്കാനുള്ള കഴിവ്, അത് അവർ പരമാവധി മുതലെടുപ്പ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അവരുടെ പേരും മൂരും കാര്യങ്ങളൊന്നും അറിയില്ല, പലരും പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ്. ഏതോ 2 പേര് അവിടെ ജയിച്ചപ്പോൾ അവരെ ജാതി പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടിരുന്നത്. പിന്നീട് അത് വിവാദമായപ്പോ പോസ്റ്റ് മുക്കി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതായത് ഒരു നായർ സമുദായത്തിൽ നിന്ന് ജയിച്ച ഒരാൾക്ക് നായർ സമുദായം എന്ന് ബ്രേക്കറ്റിൽ എഴുതിയിരിക്കുന്നു. ഒരു മൂത്താൻ സമുദായം, ഈ മൂത്താൻ സമുദായം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ മൂത്താൻ സമുദായം എന്ന് പറഞ്ഞ അതിൽ ജയിച്ച ഒരാൾക്ക് മൂത്താൻ സമുദായം എന്ന് പറഞ്ഞ് ബ്രേക്കറ്റ് ചെയ്തിട്ട് ജാതി കാണിച്ചിട്ടാണ് അവര് പോസ്റ്റ് ഇട്ടതെന്ന് പറയുന്നു. അപ്പൊ ആ പോസ്റ്റ് ഇട്ടതില് ഞാൻ ചോദിക്കുന്ന, നമ്മളിൽ പലരും, നമ്മളെല്ലാവരും ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഹിന്ദുവാണ് എന്ന് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് പറയുന്ന നമ്മളില് ഈ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ ജാതി വേർതിരിവ് എന്തിനാ? ഞാൻ എന്റെ മനസ്സിൽ ഒരിക്കലും ഒരാളെയും ഒരു ജാതി വേർതിരിവിൽ കാണുന്ന ആളല്ല, ഒരിക്കലും. എന്റെ ഹിന്ദു സമുദായം ഞാൻ ഒരു വർഗീയമായിട്ട് ഞാൻ പറയുന്ന ആളാണെന്ന് കൂട്ടിയാൽ എനിക്ക് പ്രശ്നമില്ല. ഞാനൊരു ഹിന്ദു വർഗീയവാദി എന്ന് എന്നെ വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അത് തന്നെയാണ്, ഞാനൊരു ഹിന്ദു വർഗീയവാദി തന്നെയാണ്. എനിക്ക് അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോ ഒരു മനുഷ്യൻ ജയിച്ചാൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഇപ്പൊ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ പലരും എന്താ പറയാ ബർത്ത്ഡേ പോസ്റ്റ് ഇടുന്നുണ്ട്, വിവാഹ മംഗളാശംസകൾ പറയുന്നുണ്ട്, പലരും പലതിലും ജയിച്ചതിന് പോസ്റ്റ് ഇടുന്നുണ്ട്. അവരാരെങ്കിലും ബ്രാക്കറ്റിൽ ജാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഒരാളെ അഭിനന്ദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ജാതി പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന ആള് ഇന്ന ജാതി, അയാൾ ജയിച്ചിരിക്കുന്നു. എന്നാ വഷളത്തരാണ് ഇതൊക്കെ? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അത് വിഷയമായിട്ട് വന്നപ്പം അവരത് പിൻവലിച്ചു എന്ന് കേൾക്കുന്നു. അപ്പൊ അത് അവരുടെ മനസ്സിലെ ചിന്താഗതിയാണ് അവരെ വെളിവാക്കുന്നത്. ആ കുത്തിത്തിരിപ്പും ഈ പരിപാടികളും ഈ വേറിട്ട ചിന്താഗതികളൊക്കെ അത് വളരെ 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 തരം താഴ്ന്നു പോയി എന്നല്ലാണ്ട് മറ്റൊന്നും എനിക്ക് അതിനെ കുറിച്ച് പറയാനില്ല. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, പാലക്കാട് ഇങ്ങനെ ഒരു പ്രശ്നം അരങ്ങേറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.
മറ്റൊരു സമ്മേളനത്തിൽ നവീൻ ബാബുവിനെ വിളിച്ച് കൊലയ്ക്ക് കൊടുത്ത പോലെ പാലക്കാട് സമ്മേളനത്തിന് വിളിച്ചിട്ട് ഒരാളെ കൊലയ്ക്ക് കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ ഒരു സംഭവം പറ്റി, വളരെ സിമ്പിൾ അല്ലേ? പാലക്കാട് അങ്ങനെ ഒരു സമ്മേളനത്തിന് ഒരാളെ വിളിച്ചു വരുത്തി അവർക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായാൽ, അവർക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായെന്ന് കണ്ടാൽ അവരോട് അത് വ്യക്തിപരമായിട്ട് വിളിക്കാനും ചോദിക്കാനും അത് പരിഹരിക്കാനും നേതൃത്വം തയ്യാറാവണ്ടേ? നമ്മളിങ്ങനെ ഉള്ളി പൊളിച്ചിരിക്കുന്ന നമ്മളിൽ പലരും ഉള്ളി പൊളിക്കുന്നുണ്ടല്ലോ ഇരുന്നിട്ട്. ഉള്ളി പൊളിച്ച് വരുമ്പം എന്താണ്? അതിനകത്ത് ഒന്നുമില്ല, എല്ലാം ഒരേപോലെയാണ്. അപ്പൊ നമ്മളിൽ പലരും നമ്മൾ ചിന്തിക്കാത്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട്. കാരണം നമ്മൾ സാധാരണ എന്നും സോഷ്യൽ മീഡിയയിൽ കാണുന്ന തമ്മിൽ കാണേണ്ട മനുഷ്യരാണ്. നമ്മൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്നേ? അതിന്റെ ആവശ്യമില്ല. ഇങ്ങനൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം വളരെ സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമ്മുടെ കുടുംബത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? നിങ്ങളുടെ കുടുംബത്തും പ്രശ്നങ്ങളുണ്ട്, എന്റെ കുടുംബത്തും പ്രശ്നങ്ങളുണ്ട്, അപ്പുറത്തുള്ള ആളുടെയും കുടുംബത്തെ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ കുടുംബത്തും പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ കുടുംബത്ത് നമ്മുടെ ചേട്ടനോ ചേച്ചിക്കോ അനിയത്തിക്കോ അനിയനോ ഒക്കെ ഒരു പ്രശ്നം വരുമ്പോ അവരുടെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ നിനക്ക് എന്താ പറ്റിയത്? അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ചോദിക്കില്ലേ നിനക്ക് എന്താ പറ്റിയേ? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നീ എന്തുകൊണ്ടാ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നേ? നീ എന്തുകൊണ്ടാ മിണ്ടാത്തെ? അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ ചോദിക്കില്ലേ? ആ ഒരു ചോദ്യമല്ലേ ഇവിടെ വേണ്ടിയിരുന്നുള്ളൂ. ഈ നേതൃസ്ഥാനത്തിരിക്കുന്ന, നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങ് ദേവലോകത്തൊന്നും അല്ലല്ലോ. അങ്ങ് ദേവലോകത്താണോ നേതൃസ്ഥാനം ഇരിക്കുന്നത്? ഭൂമിയിലല്ലേ? അപ്പോ സഹി കെട്ട് ഒരു തരത്തിലുള്ള ഗതിയും പരഗതിയും ഇല്ലാതെ സഹി കെട്ടിട്ട് ഒരാള് ചവിട്ടി പുറത്താക്കിയതിനു ശേഷം അയാള് പോണെങ്കിൽ പോട്ടെ, അയാൾ വലിയ നേതാവൊന്നും ആയിരുന്നില്ല. ഈ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. സന്ദീപ് അത്ര വലിയ നേതാവൊന്നും ആയിരുന്നില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ പറയേണ്ടത്. നമ്മളൊരു കുടുംബത്തെ മനുഷ്യരല്ലേ? നമ്മുടെ ഒരു കുടുംബത്തിന്റെ അംഗത്തിന് ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ഇങ്ങനെയാണോ, ഇവരൊക്കെ ഇങ്ങനെയാണോ കാണുന്നത്? അങ്ങനെയാണോ പറയേണ്ടത്? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ് എന്ത്? അയാള് എവിടെ വരെ പോകുന്നു നോക്കട്ടെ. ഒരു സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ്, അദ്ദേഹം പറയുന്നതാണ് അയാൾ എവിടെ വരെ പോകുന്നു നോക്കട്ടെ, സന്ദീപ് എവിടെ വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇതാണോ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ പറയേണ്ടത്? ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ വിഷയമുണ്ടായി, ഒരു മനുഷ്യൻ എന്തെങ്കിലും മാനസികാവസ്ഥയിൽ പെട്ടിട്ട് വീട് വിട്ടിറങ്ങിപ്പോയി, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ചെയ്തു, അതിനാണോ നമ്മൾ കാത്തു നിൽക്കേണ്ടത്? എന്റെ കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടാവുമ്പം അവര് വീട് വിട്ടിറങ്ങിപ്പോയി, അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവര് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ വീട് വിട്ട് പോയിട്ടുണ്ട്, അവൻ എവിടെ വരെ പോകുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുവോ ഞാന്? അങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റുമോ? അങ്ങനെ ഇരുന്നാൽ ഞാൻ എന്റെ കുടുംബത്തെ ഒരു കുടുംബനാഥനോ ആവുമോ? അപ്പൊ ഇത്ര പോകുന്നൊരു ചെറിയൊരു കാര്യം, ഈ തമ്മിൽ ഇരുന്ന് തെറി വിളിക്കുന്നവരെ നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒരു സഹോദരിയായിട്ടോ നിങ്ങളുടെ ഒരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ അനിയത്തി ആവാനുള്ള പ്രായമൊക്കെ പോയി, വയസ്സ് കുറയായി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു സഹോദരിയായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവരെയൊക്കെ ഇങ്ങനെ ചളി വാരി എറിഞ്ഞ് ഇങ്ങനെ തെറി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ആ ഉണ്ടായ വിഷയം നമുക്ക് ചെറുതായിട്ട് ഒരു സൂചി കൊണ്ട് എടുക്കാവുന്ന ഒരു കരടല്ലേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എന്തിനാണ് കൊണ്ടെത്തിച്ചത്? ഇത് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് കാണുന്ന വലിയ ഇത് ഒരുപാട് നാളുകളായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഈ വെട്ടിയൊതുക്കല് എന്തിനാണ്? ഈ വെട്ടിയൊതുക്കല് എല്ലാവരും നമ്മളൊക്കെ മനുഷ്യരാണ്. ചിലർക്ക് കൂടുതൽ സഹിക്കാനുള്ള ശക്തി ഉണ്ടാവും, ചിലർക്ക് സഹിക്കാനുള്ള ശക്തി കുറയും. അതൊക്കെ ചിലർക്ക് അധികാരം വേണമെന്നുള്ളവരുണ്ടാവും, ചിലർക്ക് പ്രശംസ വേണമെന്നുള്ളവരുണ്ടാവും. എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. നമ്മളെല്ലാവരും പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അതിനു വേണ്ടിയാണോ, കസേരയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നത്. ബഹുജനം പല വിധമല്ലേ? ഒരു കുടുംബത്ത് ജനിക്കുന്ന 4 മക്കളും 4 സ്വഭാവമല്ലേ? പിന്നെയാണോ പ്രസ്ഥാനം? അപ്പൊ നമ്മൾ ആരെയും തെറി വിളിക്കാൻ പോയിട്ട് കാര്യമില്ല. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ KJP-യുടെ കഴിവുകേട് തന്നെയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയും. അതിന് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും കാര്യമില്ല. അത് KJP-യുടെ പ്രസ്ഥാനത്തിന്റെ തോൽവിയാണ് 100%. അതിന് മാത്രമുള്ള വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് ചെറുതായിട്ടൊരു മനപ്രയാസം ഉണ്ടായി, അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് പോയിട്ട് കണ്ടിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ച് അന്നേരം തന്നെ ക്ലിയർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ചെരങ്ങുന്നുള്ളി സമുദ്രമാക്കി ഇത്രത്തോളം ആയത് ഈ കൂട്ടരുണ്ട്, ആ കൂട്ടരുണ്ട്, 2 കൂട്ടരുണ്ട്. അത് സന്ദീപ് ജിയുടെ കയ്യിലുണ്ട്. സന്ദീപ് ജിക്ക് മിണ്ടാതിരിക്കായിരുന്നു. ഞാൻ ഒരു ഭാഗം മാത്രം പറയുന്നില്ല.
സന്ദീപ് ജിക്കും മിണ്ടാതിരിക്കായിരുന്നു. ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ആദർശങ്ങളിലും വിശ്വസിച്ച് ജീവിച്ചിരുന്ന സന്ദീപ് ജിക്ക് ഒരു വിഷയമുണ്ടായപ്പോ മിണ്ടാതിരിക്കാമായിരുന്നു. അദ്ദേഹത്തിന് അതായിരുന്നു. കാരണം പല സമയങ്ങളിലും മൗനം എന്താ പറയാ വിഡ്ഢിക്കും വിദ്വാനും ഭൂഷണമാണ്. അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാമായിരുന്നു. അദ്ദേഹം മിണ്ടാതിരുന്നില്ല. അദ്ദേഹം ഇപ്പുറത്ത് പറയിപ്പിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പം അപ്പുറത്ത് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടുത്തെ തമ്പുരാന്മാരെല്ലാവരും കൂടിയിട്ട് ഒരു പ്ലാൻ എടുത്തു. എന്ത്? ഇവനെ അങ്ങ് തട്ടാം, നമുക്ക് ഇവനെ അങ്ങ് തട്ടാം. കഴിവ് കെട്ട നേതൃത്വമാണ്. കഴിവ് കെട്ട നേതൃത്വത്തിന്റെ അങ്ങേയറ്റത്തെ KJP എന്ന് പറയുന്ന കഴിവ് കെട്ട നേതൃത്വത്തിന്റെ അങ്ങേയറ്റത്തെ തോൽവിയാണ് സന്ദീപ് വാര്യർ പോയെന്ന് ഞാൻ പറയും. കാരണം പ്രശ്നം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയ എന്താ പറയാ കുറെ ലക്ഷങ്ങൾ കടത്തിയെന്നോ അല്ലെങ്കിൽ മറ്റു കള്ളക്കടത്ത് നടത്തിയെന്നോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുവന്നിട്ട് പിടിച്ചെന്നോ ഇതൊന്നും ആയിരുന്നില്ല വിഷയം. അദ്ദേഹം ആരും കൊലപാതകവും ചെയ്തിരുന്നില്ല. ഒരു മാനസികമായിട്ടൊരു വിഷയം ഉണ്ടായ ഒരു കുടുംബത്ത്, ആ വിഷയം ആ കുടുംബത്തിൽ കാരണവർ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമാണ്. ചെരങ്ങുന്നുള്ളി സമുദ്രമാക്കി അയാൾ അത്ര വലിയ നേതാവൊന്നുമില്ല, പോണെങ്കിൽ പോട്ട്, സന്ദീപ് എവിടെ വരെ പോകുന്നു നോക്കിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പ്ലാൻഡ് ആണ്. സന്ദീപിനെ പാലക്കാട് സമ്മേളനത്തിൽ വിളിച്ചു വരുത്തിയത് തൊട്ട് ഇത് പ്ലാൻഡ് ആണ്. ഇയാളെ തട്ടാൻ അവര് വിചാരിച്ചിരുന്നു. ഇവര് തട്ടാൻ പ്ലാൻ ചെയ്തിരുന്നു. ഈ പാർട്ടിയിലെ ചില തമ്പുരാക്കന്മാരുണ്ടല്ലോ, പാർട്ടിയിലെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ചില തമ്പുരാക്കന്മാര് സന്ദീപിനെ വെട്ടാൻ പ്ലാൻ ചെയ്തു. അവര് ഭംഗിയായിട്ട് അങ്ങ് വെട്ടി. അത് മുൻകൂട്ടി കണ്ടു. സന്ദീപ് ചാടി. അത്രേ സംഭവിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പൊ കിടന്ന് പറയുന്നു അയാള് പോയാ പോട്ട്, നമുക്കൊന്നും സംഭവിക്കാനില്ല. ഓരോ കല്ലുകളും പെറുക്കി വെച്ചിട്ടാണ് ഒരു വീടുണ്ടാവുന്നത്. ഒരുപാട് ബലിദാനികളുടെയും ഒരുപാട് അണികളുടെയും ഒരുപാട് ചോരയും നീരും വേർപ്പുമാണ് ഈ പ്രസ്ഥാനം. ഒരുപാട് ജീവൻ കൊടുത്ത ബലിദാനികളുടെ ഒരുപാട് രക്തം ചിന്തിയതാണ് ഈ പ്രസ്ഥാനം. അത് വിശ്വാസമാണ്. ആ വിശ്വാസം കണ്ടുകൊണ്ടാ നേതാക്കന്മാർ ഓരോരുത്തരും ഉണ്ടാവുന്നത്. ഒരുപാട് അണികൾ കൂടിയിട്ട് ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരു നേതാവ് ഉണ്ടാവുന്നത്. അത് ഈ പോകുന്ന നേതാവും മനസ്സിലാക്കുന്നില്ല, വരുന്ന നേതാക്കളും മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരും അത് മനസ്സിലാക്കുന്നില്ല. അവരുടെ വിചാരം അവരങ്ങ് വിചാരിച്ചപ്പോഴേക്കും നേതാവായി എന്നാണ്. അല്ല, ഒരുപാട് ജീവൻ ബലി കൊടുത്ത കൊച്ചുമക്കളടക്കം. നമ്മുടെ വിശാലിനെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ആ വിശാലിനെ കാണുമ്പോ ഇന്നും എന്റെ കണ്ണ് നിറയാറുണ്ട്. അപ്പൊ അതുപോലത്തെ കൊച്ചു മക്കളൊക്കെ ബലി കൊടുത്ത, വിശാലിനെ പോലുള്ള കുഞ്ഞു മക്കള് ബലി ചോരയും നീരും കൊടുത്ത പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഞാനൊന്നും മോഹിച്ചിട്ടല്ല, ഒന്നും മോഹിച്ചു വരുന്നതല്ല. അതിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നതാണ്. ആ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ എനിക്കിഷ്ടാണ്. ആ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഒരു എന്താ പറയാ ന്യായവും മര്യാദയുമുള്ള നമ്മുടെ ആദർശങ്ങളോടുകൂടി യോജിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുപോലെ കയറി വരുന്ന ഒരുപാട് പാവങ്ങളുടെ ചോരയും നീരുമാണ് ഓരോ പ്രസ്ഥാനങ്ങളും കെട്ടിപ്പടുക്കുന്നത്. ആ പ്രസ്ഥാനങ്ങളിൽ വന്നിരുന്നിട്ട് ഓരോരുത്തരും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുമ്പോ അത് നേതാക്കന്മാരായാലും ഇറങ്ങിപ്പോകുന്നവരായാലും അവർ ചിന്തിക്കേണ്ടത്, അവർ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള ഒരുപാട് ബലിദാനികളുടെ ചോരയും നീരുമാണെന്നുള്ളത്. അണികൾ ഉണ്ടെങ്കിലേ നേതാവുള്ളൂ. നേതാവ് പെട്ടെന്നൊരു ദിവസം മുളച്ചുണ്ടാവില്ലല്ലോ. ഈ പിന്നാലെ വാലാട്ടി നടക്കാനായിട്ട് കുറെ അണികൾ ഉണ്ടാവണ്ടേ? അണികളല്ലേ നട്ടല്. ഇന്ന് വാലാട്ടാൻ കുറെ അണികളാണെങ്കിൽ നാളെ വാലാട്ടാൻ വേറെ കുറെ അണികൾ ഉണ്ടാവണം. ആ അണികളുടെ വാലാട്ടി, ഈ പറയുന്ന വാലാട്ടി നടക്കുന്ന അണികളുടെ ചോരയും നീരുമാണ് ഈ പറയുന്ന നേതാക്കന്മാര്. അത് നേതാക്കന്മാര് മറന്നു പോവാണ്. ഇപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങളായിരുന്നെങ്കിൽ നമ്മൾ തന്നെ കൈകാര്യം ചെയ്തേനെ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പ്രശ്നങ്ങളായിരുന്നില്ല. നേതാക്കന്മാർ തന്നെ വിചാരിക്കണം ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ. നേതാക്കന്മാർ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോ അവരങ്ങ് സ്വയം മറക്കുകയാണ്. ഞാനാണ് വലിയ ആള് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് അധ്യക്ഷൻ പറയുന്ന കേട്ടു ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യാണെന്ന്. നിങ്ങള് ഒരാളെ ശിഖണ്ഡി എന്ന് പറയുമ്പോ നിങ്ങളിലുള്ള ശിഖണ്ഡിയെ നിങ്ങൾ കാണുന്നില്ല. ഒരു മനുഷ്യൻ, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്ന ഒരു മനുഷ്യനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ അറിയാതെ അയാളെ പരമാവധി കുത്തി പുറത്ത് ചാടി കഴിഞ്ഞതിന് ശേഷം നേതാവ് പറയുന്നതാണ് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യാണെന്ന്. ഈ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ഈ പറയുന്ന ആളും അപ്പൊ ശിഖണ്ഡിയല്ലേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ഭാഗം ഇങ്ങനെ ഭംഗിയായിട്ട് മറയ്ക്കുന്നത്? അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ആ പേജിന്റെ അപ്പുറം ഇപ്പുറം വായിക്കാൻ തയ്യാറാവണം.
അല്ലാതെ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. രണ്ടു കൈയും പൊട്ടിയിട്ട് തന്നെ ശബ്ദം ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന സുരേഷ് ഗോപി സാറ് എല്ലാ പാർട്ടിയിലും ഉണ്ടായിരുന്ന ആളാണ്. ഈ പറയുന്ന സുരേഷ് ഗോപിയെ വെട്ടി ഒതുക്കാനായിട്ട് പല പ്രാവശ്യം നോക്കിയ നേതൃത്വമാണ്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ വെട്ടി ഒതുക്കാനായിട്ട് പല പ്രാവശ്യം നോക്കിയ നേതൃത്വമാണ്. 2019 അതിനെ വലിച്ചു കീറി ഒട്ടിച്ച ചുമരില് ഈ നേതൃത്വം തന്നെയാണ്. നമ്മളെ നാട്ടിലില്ലെങ്കിൽ നാട്ടിലെ കഥകളൊക്കെ നമ്മൾ നല്ലോണം അറിയുന്നുണ്ട്. അറിവും പ്രാപ്തിയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് നല്ലോണം കാര്യങ്ങൾ പറയാറുണ്ട്. അത് കേട്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെയും നല്ലോണം വലിച്ചു കീറി ചുമരിലൊട്ടിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. 2019 അത് ആ പാവം അറിഞ്ഞില്ല. ഈ കടക്കിൽ കിടക്കുന്നവന്റെ ഉള്ളിലുള്ള കുത്തിത്തിരിപ്പ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്. ആ 2019 കഴിഞ്ഞിട്ട് ഇപ്പം അദ്ദേഹം ജയിച്ചു, കേന്ദ്രമന്ത്രിയായി. BJP-യുടെ കഴിവുകൊണ്ട് മാത്രം ജയിച്ചു എന്ന് ഊറ്റം കൊള്ളുന്ന BJP-കാരോടാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരുകാര് ജയിപ്പിച്ചതാണ് സുരേഷ് ഗോപിയെ. തൃശ്ശൂരുകാര് ജയിപ്പിച്ചതാണ് പിന്നെ സുരേഷ് ഗോപിയെ. അല്ലെങ്കിൽ അദ്ദേഹം ഈ KJP-കാര് മാത്രം വിചാരിച്ചിട്ട് ജയിച്ചോന്നല്ല. KJP വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായതല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ, സ്പെഷ്യലി അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു. എല്ലാവരും തിരിച്ചറിയുന്ന ഒരു മുഖമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന് നിരന്തരം വേട്ടയാടിക്കൊണ്ട് എല്ലാ മനുഷ്യരും ചേർന്ന ഒരു പാവ മനുഷ്യൻ അദ്ദേഹം ചെയ്തിരുന്ന നല്ല പ്രവർത്തികൾക്ക് തൃശ്ശൂരുകാര് കൊടുത്ത ഒരു സമ്മാനമായിരുന്നു കേന്ദ്രമന്ത്രി പദം. അതില് മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദു ഉണ്ട്, പാർട്ടി മറന്ന് എല്ലാവരുമുണ്ട്. തൃശ്ശൂര് എല്ലാവരുമുണ്ട് അദ്ദേഹത്തിനെ ജയിപ്പിക്കാനായിട്ട്. അല്ലാണ്ട് പാർട്ടിയുടെ കഴിവല്ല സുരേഷ് ഗോപി ജയിച്ചത്. അപ്പൊ ഈ കുത്തിത്തിരിപ്പുകൾ നിങ്ങൾ എന്നാ തിരിച്ചറിയുന്നതിനി നേതൃത്വം? ഈ നേതൃത്വം ഇപ്പം പരസ്പരം ചളി വാരിയുന്ന താൻ പോട്ടെ, പിന്നെ എന്താ പറയാ, ഇയാള് പോയാ പോട്ട്, മറ്റാളും പോയാ പോട്ട്. ഏതുവരെ നിങ്ങൾ പോവും? ഏതുവരെ പോവും? എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ പറയുന്ന പ്രസ്ഥാനം. അത് വരുന്നവരും പോകുന്നവരും ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ ഒരാളെ പുകച്ച് പുറത്ത് ചാടിച്ചു കഴിഞ്ഞതിന് ശേഷം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യാണ്. ഞാൻ ചോദിക്കുന്ന, പത്മജ വേണുഗോപാൽ ഇങ്ങോട്ട് വരുമ്പം അതിന് നമ്മൾ ആഹാ വിളിച്ചതല്ലേ? അപ്പൊ സന്ദീപ് പോകുമ്പോഴും നിങ്ങൾ ആഹാ തന്നെ പറ, പോട്ട്. അത് അയാളുടെ തെറ്റുകൊണ്ട് മാത്രം പോയതല്ലല്ലോ. അതില് പകുതിയും അതിന്റെ പകുതി തോൽവി പ്രസ്ഥാനത്തിന്റെ തന്നെയാണ്. KJP എന്ന് പറയുന്ന കേരളത്തിന്റെ BJP-യുടെ തനി തോൽവി തന്നെയാണ് സന്ദീപ് പോയത്. അയാളെ പോവാൻ പ്രാപ്തനാക്കിയതാ നിങ്ങള്. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് അയാളെ വെട്ടി ഒതുക്കി വിട്ടതാണ്. ഒരു സമാധാനം കൊടുക്കാതെ എല്ലാ തരത്തിലും നിങ്ങൾ പ്ലാൻ ചെയ്ത് അയാളെ പാലക്കാട് വിളിച്ചു വരുത്തി അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് നവീൻ ബാബുവിനെ കൊന്ന പോലെ. നവീൻ ബാബുവിനെ ഭൂമിയിലില്ല, പക്ഷെ ജീവൻ പോകുന്നതിന് മുമ്പ് സന്ദീപ് ജീവനും കൊണ്ട് ഓടി. എന്നിട്ട് പറയുന്നു ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യാണെന്ന്. എനിക്ക് അത് കേട്ടിട്ടാണ് തമാശ തോന്നിയത്. നമ്മുടെ കുടുംബത്ത് ഒരാള് വീട് വിട്ട് ഇറങ്ങിപ്പോയി, അവൻ പോയാ പോട്ട് എന്ന് പറയുന്ന കുടുംബനാഥനെ വച്ചു പൊറുപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഈ സന്ദീപിനെ തെറി വിളിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സന്ദീപിനെ അനുനയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു? അവിടെ പാലക്കാട് അങ്ങനെ ഒരു കാര്യം എന്തിനാ ക്രിയേറ്റ് ചെയ്തത്? പാലക്കാട് അങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തെങ്കിൽ ആ സംഗതി അവിടുന്ന് മിണ്ടാതെ പിൻവഴി വഴി ഇറങ്ങിപ്പോയ സന്ദീപിനെ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ മീഡിയയ്ക്ക് കൊടുത്തത് ആരാ? അപ്പൊ ഇത് നവീൻ ബാബുവിന്റെ കൊലപാതകവും BJP-ന്ന് സന്ദീപ് വാര്യർ പോയതും രണ്ടും നിങ്ങളൊന്ന് കൂട്ടി വായിച്ചോ. ഇതാണ് കറക്റ്റ് നടന്നത്. പിന്നെ സന്ദീപ് ജീവനോട് കൂടിയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. നവീൻ ബാബു കൊല്ലപ്പെട്ടു. ഇതൊക്കെ തന്നെയാണ് ഈ രാഷ്ട്രീയ പൊളിറ്റിക്സിൽ നടക്കുന്നത്. ട്രിക്സ് ആണ്, പൊളിറ്റിക്സ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിൽ പല നേതാക്കളും പോവും. ഇതൊന്നുമല്ല, പലരെയും ഇട്ടിട്ട് ചാടിക്കുന്നുണ്ട്, പുകയ്ക്കുന്നുണ്ട് ഇട്ടിട്ട്. അന്നേരം നിങ്ങൾ പറയണം എന്ത്? കേരള KJP പോടവര് പോട്ട് പുല്ല്. അങ്ങനെ പറയണം നിങ്ങൾ എല്ലാവരും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് തെറി വിളിക്കുന്നവൻ എല്ലാവരും കൂടിയിട്ട് നാളെയും ഓരോരുത്തർ പോകുമ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. എനിക്ക് നിങ്ങളോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും തെറി വിളിക്കാൻ ആളല്ല. ഓരോരുത്തർ അവരവരുടെ സംഗതികൾ വെച്ചിട്ട് അവർ പോവോ വരുവോ എന്തോ ചെയ്യട്ടെ. പക്ഷെ ഈ പോക്കുകളൊന്നും നല്ലതല്ല. ഒരു മരത്തിന്റെ ഒരു ഇല കൊഴിഞ്ഞു പോയാലും ഒരു വീടിന്റെ ഒരു അടിത്തറ ഇളകി പോയാലും നഷ്ടം തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ.
ഓരോരുത്തരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച്, ആത്മാഭിമാനത്തിനനുസരിച്ച് എന്തോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ കാര്യം. നമുക്കതിലൊന്നും കാര്യം കൂടുതലൊന്നും പറയാനായിട്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം ഇത് വിഴുപ്പലക്കലാവും. നമ്മൾ ഓരോ നേതാക്കന്മാരും വിഴുപ്പലക്കാണ്. ഇപ്പോ വിഴുപ്പലക്ക് പോസ്റ്റ് ഇടുകയാണ്. സ്വന്തം കുറവുകള് എന്താ പറയാ പരിഹരിക്കാൻ പറ്റാത്തതിന്റെ തോൽവി മറ്റുള്ളവന്റെ മേൽ ചാരിയിട്ട് രക്ഷപ്പെടുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്നത് അതാണ്. അവനവന്റെ തോൽവി, അവനവന്റെ കുറവുകള്, അവനവന്റെ ന്യൂനത അത് കാണിക്കാതിരിക്കാൻ, അത് പുറമെ കാണിക്കാതിരിക്കാൻ മറ്റുള്ളവരെ തെറി വിളിച്ചിട്ട് സ്വയം മാന്യനായിട്ട് നടിക്കുക. അതാണ് ചെയ്യുന്നത്. സത്യത്തില് നിങ്ങളുടെ കുറവുകൾ തന്നെയാണിത്, നിങ്ങളുടെ നഷ്ടങ്ങൾ തന്നെയാണിത്. അംഗീകരിക്കേണ്ട ഒരു നിവൃത്തിയില്ല. ഇതിപ്പം നമ്മുടെ സെൻകുമാർ, അതുപോലെ മറ്റേ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഞാൻ ഓർക്കുന്നില്ല. ഇനി അടുത്ത് നോക്കിക്കോ, ശോഭാ സുരേന്ദ്രനാ. ശോഭാ സുരേന്ദ്രനെ പുകയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ പുകയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്. അവർക്കും ഏതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇനി അതിനെയാണ് പുകച്ച് പുറത്ത് അടിക്കാൻ പോകുന്നത്. കാരണം അവരിത്തിരി ഉശിരും പുളിയുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് സഹിക്കാൻ പറ്റില്ല. കാരണം എന്നേക്കാൾ മേലെ വരുമ്പോ പലരും പറയുമല്ലോ, ഈ തലയ്ക്ക് മേലെ ചാഞ്ഞ വെട്ടിക്കളയണം എന്നൊക്കെ. അപ്പൊ എന്നേക്കാൾ മേലെ വരുന്നു, അയ്യോ എവള് എന്നേക്കാളും മേലെ കയറി വരുന്ന, ഓക്കെ തട്ടാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് തട്ടാൻ കുറെ പ്രാവശ്യമായി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, വലിച്ച് നിലത്തടിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് ഉശിരും പുള്ളിയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരിപ്പോഴും ജീവിച്ച് നടക്കുന്നുണ്ട്. ഇതിന്റെ ഇനിയിപ്പം അവർക്ക് എന്ന് സഹിച്ചിട്ട് അവര് ജീവനം കൊണ്ട് ഓടുന്നുള്ളത് ദൈവം മാത്രം കണ്ടു. അന്നും കാണും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനായിട്ട്, ആ ശോഭ പോയാ പോട്ട്. ഇങ്ങനെ തന്നെ പറയണം നമ്മളെല്ലാവരും. നമുക്കൊക്കെ ഇതിൽ എന്ത് കാര്യം? നേതാക്കന്മാരെല്ലാവരും അവിടെ കിടന്നിട്ട് ഒരു നേതാവിനും ജയ് വിളിച്ചാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ തമ്മിൽ കാണേണ്ട മനുഷ്യരാണ്. നമ്മൾ തമ്മിൽ സന്തോഷമായിട്ടും എന്താ പറയാ നല്ല അന്തസ്സോടു കൂടിയും അഭിമാനത്തോടു കൂടിയിട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ ഒരു ബഹുമാനം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അല്ലാണ്ട് നേതാക്കന്മാർക്ക് അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവരെ കണ്ടുകൊണ്ടാരും നമ്മൾ നടന്നിട്ട് കാര്യമില്ല. ഇത്രയേ ഉള്ളു കാര്യങ്ങൾ. ഒരു നേതാവിനെ കണ്ട് നമ്മൾ നടന്നിട്ട് കാര്യമില്ല. കാരണം പണ്ടത്തെ ആദർശങ്ങളൊന്നും അല്ല. പണ്ട് ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പം ആ പ്രസ്ഥാനത്തിന് വിശ്വസിച്ചും ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നട്ടല് പണയം വെക്കാതെ എന്താ പറയാ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാനും തയ്യാറായിട്ട് വർഷങ്ങളോളം ഓരോ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ട് ആ പ്രസ്ഥാനത്തിൽ സത്യസന്ധമായി നിന്ന് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിച്ച് ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരുപാട് പേരാണ് പ്രായമായി അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പല സ്ഥാനങ്ങളിലേക്കും വരുന്നത്. ഇന്നതല്ല, ഇന്നങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് പലരും താരങ്ങളായി. ആ സോഷ്യൽ മീഡിയ വരുമ്പോ പലരും താരങ്ങളാവുന്നു. ആ താരങ്ങളാവുമ്പോ ഇപ്പം ഞാൻ വല്ലപ്പോഴും വന്നിട്ട് ഓരോ ലൈവ് പറയുമ്പം എനിക്കും എന്നെയും തിരിച്ചറിയുന്ന കുറെ ആൾക്കാരുണ്ട്, ഇല്ലേ? എന്നെ തിരിച്ചറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറയാണ്, ഞാൻ നാളെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് കയറി ഇരുന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോഷ്യൽ മീഡിയയുടെ ആയുസൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഗതിയിൽ വളർന്നു വന്ന നേതാക്കന്മാരാണ് ഇപ്പൊ ഇന്ന് നമ്മുടെ ചുറ്റിലും കാണുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. അല്ലാതെ ആദർശം കൊണ്ട് ഒരു പാർട്ടിയിലും പ്രസ്ഥാനത്തിലും വന്നിട്ട് ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും അർപ്പിച്ചിട്ട് പ്രവർത്തിച്ച് ആ എക്സ്പീരിയൻസിൽ ആ വിശ്വാസത്തിൽ വരുന്ന ആൾക്കാർ അവര് പ്രായമാകുമ്പോ ഇതിൽ വന്ന് ആ എക്സ്പീരിയൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് നല്ല ആദർശങ്ങളും നല്ല സത്യസന്ധമായ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് എളുപ്പമല്ല. അപ്പൊ നമ്മളൊന്നും ഒരിക്കലും ഒന്നും ആഗ്രഹിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥാനം വേണം, എനിക്ക് ഇന്ന സ്ഥാനത്തിരിക്കണം എന്ന് പറയുന്നതൊന്നും ആഗ്രഹിച്ച് വരുന്ന ആളെ അല്ല. അക്കാര്യത്തിൽ എന്നും എനിക്ക് എന്റെ സംഘം തന്നെയാണ് എന്റെ ആദർശം. ആ ആദർശം വിട്ടിട്ട് നമ്മൾ അവസാന കാലം വരെയും, കാരണം ആഗ്രഹിക്കാനായിട്ട് നമുക്കൊന്നും വേണ്ട. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ ഞാൻ സ്വയം പണിയെടുത്ത് ഞാൻ സ്വയം പ്രാപ്തയാക്കിയിട്ട് ഞാൻ നേടിയതാണെല്ലാം. അതെന്റെ സ്വന്തം കഴിവ് കൊണ്ട്, ആരെയും പറ്റിച്ചതല്ല, ആരെയും വഞ്ചിച്ചതല്ല, ആരെയും തട്ടിപ്പറിച്ചതല്ല. ഈ ആത്മാർത്ഥമായിട്ടുള്ള ആ ചിന്താഗതികളുള്ളവരെല്ലാവരും സംഘത്തിനൊപ്പം നിൽക്കുന്നത് അതെന്നും സംഘത്തിന്റെ ആദർശം കണ്ടുകൊണ്ട് മാത്രമാണ്. അതൊന്നും നമ്മൾ മറ്റൊരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരോട് മുഴുവനും എനിക്ക് പറയാനുള്ളത്, ഈ നേതാവ് പോയാൽ നാളെ വേറൊരാൾ വരും, വേറൊരാൾ പോയാൽ മറ്റന്നാൾ മറ്റൊരാളായിരിക്കും. ഇതൊന്നും കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കണ്ട, നമ്മൾ പരസ്പരം ചെളി വാരി എറിയണ്ട, നമ്മൾ പരസ്പരം തെറി വിളിക്കേണ്ട. നമുക്ക് നമ്മളായി
പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു ഹായ് പറയാനും ഒരു നമസ്തേ പറയാനും ഒരു നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി. ഇവരെല്ലാവരും അവരവരുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നു. അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അവരുടെ പേഴ്സണൽ അനുഭവങ്ങളാണ് അവർ തിരഞ്ഞെടുക്കട്ടെ. അവരവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാവട്ടെ. നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഒന്നും പറയാൻ ആളുമല്ല. ഞാൻ അഭിനന്ദനങ്ങൾ പറയാൻ ആളല്ല. ഇവരെ മുടിഞ്ഞു പോട്ടെ എന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവരുടെ അനുഭവങ്ങളെ കൊണ്ട് അവരങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനം അവർക്ക് ശരിയെന്ന് തോന്നിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ അതിലൊന്നും ആരുമല്ല. പക്ഷേ നമ്മളിൽ ഉണ്ടാവുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഒരാൾ പോയത്. എത്ര തന്നെ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഒരാൾ പോയത്. ആ പോയത് നഷ്ടം തന്നെയാണ്. നമുക്കത് നഷ്ടം തന്നെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നതാണ്. വേണ്ടിയിരുന്നില്ല. ഈ രണ്ടു കൂട്ടർക്കും ഇത് വേണ്ടിയിരുന്നില്ല. ഒരു സാധാരണ അണികളായ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊന്നും വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള 1, 2, 3, 4 എന്നിട്ട് നമ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ഒത്തിരി നേതാക്കന്മാരുണ്ട് നമ്മുടെ KJP-യിൽ. അതൊക്കെ തെറിക്കും. ഇതൊക്കെ ഓരോരുത്തർ പ്ലാനുകളാണ്. അവര് വിചാരിച്ചെടുത്ത്, അവര് പറഞ്ഞെടുത്ത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരെയും ശപിക്കാനുമില്ല, നമ്മൾ ആരെയും പഴിക്കാനുമില്ല, കുറ്റപ്പെടുത്താനുമില്ല. എന്തായാലും നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന കുറെ ആൾക്കാരാണ്. നമുക്കിരുന്ന് കളി കാണാം. കളിക്കുന്നവര് കളിക്കട്ടെ. അത്രേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ സ്നേഹാദരം. ഓക്കെ, നമസ്തേ, താങ്ക് യു.